ഹലോ ഗെയ്സ് ആൻ എക്സ്പ്ലോഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1768 ബ്രീഫായിട്ടുള്ള സ്പോയിലേഴ്സായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 35K സബ്സ്ക്രൈബേഴ്സ് അടുത്തിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആൻമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് നേരെ സ്പോയിലേഴ്സിലോട്ട് പോകാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം എന്ന് പറയുന്നത് എൽബബ് സ്നോ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഇടമരണപ്പെടുന്നുണ്ട്. അതായത് ഒരു മഞ്ഞ് വീഴുന്ന സമയത്താണ് ഇടമരണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹറാൾഡും ഹജറുദ്ദീനും അവരുടെ അടുത്ത് നിന്ന് കരയുന്നതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലോക്കിയാണ്. ലോക്കിയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് തടവിലിരിക്കുകയാണ്. അവന് ആ സ്ഥലത്ത് സൈലൻ്റായി ഒറ്റയ്ക്കിരുന്ന് സഫർ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് അങ്ങനെ 14 വർഷങ്ങൾക്ക് മുമ്പ് മരീജോസിലോട്ട് നമ്മുടെ ഷാങ്സിനെ ക്ഷണിച്ചിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഡീപ്പ് സീ പാക്ക് അടിക്കാനായിട്ട്. പക്ഷെ ഷാങ്സ് ആ ഒരു സമയത്ത് അവിടെ അപ്പിയർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഹറാൾഡിനെ പ്രൊമോട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നീട് ഹറാൾഡ് ആ ഒരു ഡീപ്പ് സീ പാക്ട് അടിക്കുകയും അതുപോലെ തന്നെ ഗോഡ് സ്നേക്സ് ആവുകയും ചെയ്തു. ഹറാൾഡ് ആ ഒരു ഡീപ്പ് സീ പാക്ട് അടിച്ചതുകൊണ്ട് അവൻ്റെ ശക്തി ഇരട്ടിയാവുകയും അതുപോലെ തന്നെ അവൻ്റെ ഇമ്മോർട്ടാലിറ്റി കിട്ടുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇമു ഹറാൾഡിന് ഒരു ആദ്യത്തെ ഓർഡർ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൽബഫിലൊരു ABS സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഇമു മറ്റൊരു ഓർഡറും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു, വേൾഡ് ഗവൺമെന്റിന് വേണ്ടി ഒരു ജയന്റ് ആർമി തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലോക്കിയെയും ജാറലിനെയാണ്. ഇവർ രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പം ഈ ഒരു സ്പോയിലേഴ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്ത ആഴ്ച ബ്രേക്ക് ആണെന്നുള്ള കാര്യത്തിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.